മണ്ഡലപൂജയോടനുബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കർപ്പൂരാഴി ഘോഷയാത്ര സന്നിധാനത്തെ കഴിഞ്ഞ സന്ധ്യയിൽ ആഘോഷലഹരിയിലാക്കി. ദർശന പുണ്യം പവർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശബരിമല വിശേഷങ്ങൾ പവർഡ് ബൈ BLM. എല്ലാവർക്കും ഭവനമുള്ള ഇന്ത്യ BLMന്റെ ലക്ഷ്യം. പുലവാഹനമേറിയ മണികണ്ഠനും ദേവതാരൂപങ്ങളും അണിനിരന്ന ഘോഷയാത്ര വർണ്ണക്കാവടികളും താളമേളങ്ങളും കൊണ്ട് സന്നിധാനത്തിന്റെ സന്ധ്യയ്ക്ക് ഉത്സവ പകട്ടേകി. സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാർ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി എല്ലാ വർഷവും നടത്താറുള്ള കർപ്പൂരാഴി ഘോഷയാത്രയാണ് പൂർവാധികം വർണ്ണപ്പകട്ടോടെ കൊണ്ടാടിയത്. ശബരിമലയിൽ ധർമ്മശാസ്താവിന് ഇഷ്ടസേവകർ അർപ്പിക്കുന്ന ദീപാഞ്ജലിയാണ് കർപ്പൂരാഴി. സർവ്വ ആപത്തുകളിൽ നിന്നും രക്ഷിച്ച് തീർത്ഥാടന കാലം കടന്നുപോകാൻ സഹായിച്ചതിൽ ആബൽ ബാന്ധവനോടുള്ള തീരാത്ത കടപ്പാടുമായി സന്നിധാനത്തെ ഉത്സവലഹരിയിലാഴ്ത്തി പോലീസുകാരും ദേവസ്വം ജീവനക്കാരുമാണ് കർപ്പൂരാഴി കൊണ്ടാടുക. അയ്യപ്പൻ കർപ്പൂരപ്രിയനാണ്. ദീപാരാധനയ്ക്ക് മുൻപായി കൊടിമര ചുവട്ടിൽ മണികണ്ഠ സ്വാമി, പന്തളം രാജാവ്, രാജ്ഞി, വെളിച്ചപ്പാട്, വാവര്, പരശുരാമൻ, ഹനുമാൻ, മഹിഷി, കൊച്ചുകടുത്ത, വലിയ കടുത്ത, കറുപ്പസ്വാമി, കറുപ്പായമ്മ എന്നീ വേഷങ്ങൾ കർപ്പൂരാഴി ആഘോഷത്തിൽ അണിനിരക്കും. ദീപപ്രഭയും വാദ്യമേളങ്ങളും പുരാണവേഷങ്ങളും നിറഞ്ഞ കർപ്പൂരാഴി ഭക്ത മനസ്സുകൾക്ക് ആനന്ദഹർഷമാകുന്നു. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് കർപ്പൂരാഴി തെളിയിക്കുന്നതോടെ ചടങ്ങുകൾ തുടങ്ങും. കർപ്പൂര ദീപവും കത്തിച്ച് അവർ ആനന്ദ നൃത്തം ചവിട്ടും. കാട്ടുകമ്പുകളും കാട്ടിലകളും കൊണ്ട് കാനന ഭംഗിയുടെ പരിച്ഛേദമുണ്ടാക്കി അതിനുള്ളിൽ പുലിവാഹനനായ അയ്യപ്പനെയും എടുത്തു നീങ്ങുന്ന കാഴ്ച മനോഹരമാണ്. കർപ്പൂരാരതിയും അയ്യപ്പന് ഏറെ പ്രിയങ്കരമാണ്. കർപ്പൂര എന്ന ശബ്ദത്തിന്റെ അർത്ഥം സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നത് എന്നാണ്. ശാസ്താ വിഗ്രഹത്തിൽ ഒഴിയുന്ന കർപ്പൂര ദീപം തൊട്ടു തൊഴുത് ശരണം വിളിച്ചാണ് ഭക്തർ മാലയിടുക. ഇരുമുടിക്കെട്ടിലും കർപ്പൂരം കരുതുന്നുണ്ട്. വിഘ്നങ്ങൾ അകലാൻ തേങ്ങ ഉടച്ച് ശബരിമലയ്ക്ക് പുറപ്പെടുന്ന അയ്യപ്പന്മാർ തീർത്ഥാടന വഴികളിലെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളിലെല്ലാം കർപ്പൂരം കത്തിച്ച് നമസ്കരിക്കും. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം കൊടിമരത്തിന് മുന്നിൽ നിന്ന് ക്ഷേത്രം തന്ത്രി കണ്ഠര് മഹേശ്വര മോഹനരും മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് കഴിഞ്ഞ സന്ധ്യയിൽ അഗ്നി പകർന്ന് തുടക്കം കുറിച്ചു. തുടർന്ന് ക്ഷേത്രത്തിന് വലം വെച്ച് നീങ്ങിയ ഘോഷയാത്ര ഫ്ലൈ ഓവർ കടന്ന് മാളികപ്പുറം ക്ഷേത്ര സന്നിധി വഴി നടപ്പന്തലിൽ വലം വെച്ച് 18-ാം പടിക്ക് മുന്നിൽ സമാപിച്ചു. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു, സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണൻ, ഫെസ്റ്റിവൽ കൺട്രോളർ ശാന്തകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസ്, ദേവസ്വം ബോർഡ് ജീവനക്കാർ, ശബരിമലയിൽ ചുമതലയുള്ള വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ എന്നിവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ നേതൃത്വം കൊടുത്ത കർപ്പൂരാഴി ഘോഷയാത്ര ബുധനാഴ്ച, അതായത് ഡിസംബർ 24-ാം തീയതി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് നടക്കുക.